എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ശങ്കുട്ടി ദാസ്. ശങ്കുട്ടി ദാസ് ബി ജെ പിയുടെ യുവമുഖമാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. ബി ജെ പിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ഹെഡാണ് അദ്ദേഹം ഇപ്പോഴും. അതായത് 2 വർഷം മുന്നേ 2022 ജൂൺ 24 ചമ്രവട്ടം പാലത്തിനടുത്ത് വെച്ച് അദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണ് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയത്. അപ്പോൾ അന്ന് പലരും സംശയിച്ചിരുന്നു, ഇത് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തതാണോ അല്ല SDP ചെയ്തതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പല സംഘപ്രവർത്തകരും ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുന്നു. അതായത് ഒരു തെളിവില്ലാതെ വാഹനം ഇടിച്ച് കടന്നു കളയുന്ന ഒരു അവസ്ഥയിൽ അവർ കൊല്ലപ്പെടുകയും ഒരു തെളിവില്ലാതെ ആരും പിടിക്കപ്പെടാത്തൊരവസ്ഥയും ഉണ്ടായിരുന്നു. ഇങ്ങനെ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരുപാട് സംഘപ്രവർത്തകർ ഈ ഒരു അവസ്ഥയിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ അത് വ്യാപകമായിട്ട് അതായത് നിരന്തരം ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ശങ്കുട്ടി ദാസിന് ഇങ്ങനൊരു അവസ്ഥ വന്നത്. അപ്പോൾ ആൾക്കാർക്ക്, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സംശയം തോന്നാനൊരു കാരണം ഉണ്ടായത് ഇത് പിന്നിൽ SDP പോപ്പുലർ ഫ്രണ്ടുകാരോ ആണ് എന്നൊരു തോന്നലാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതായത് ശങ്കുട്ടി ദാസിനെ പോലുള്ളൊരു BJP പ്രവർത്തകൻ അപകടത്തിൽപ്പെട്ടു എന്ന് ഒരു വാർത്ത കാണുമ്പോൾ ആദ്യം മനസ്സിൽ വാഹനാപകടം സംഭവിച്ചെന്ന് അങ്ങനത്തെ ഒരു വാർത്ത കാണുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് ഇത്തരം പോപ്പുലർ ഫ്രണ്ടുകാരും SDP ചേർന്ന് ചെയ്തതായിരിക്കും എന്നൊരു തോന്നലായിരിക്കും അത് കാണുന്ന വാർത്ത വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലോട്ട് വരിക. കാരണം നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതായത് SDP പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദികൾ ഇങ്ങനെയുള്ള അവരുടെ ആശയത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരെ, അവർക്കെതിരെ സംസാരിക്കുന്നവരെ ഇങ്ങനത്തെ രീതിയിൽ, അതായത് ആക്സിഡൻറ്റ് എന്ന രീതിയിൽ കൊന്നു തള്ളിയിട്ടുണ്ട്, ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്ന ഇത്തരം വാർത്തകൾ കാണുന്ന ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചാൽ അവർ തെറ്റ് പറയാൻ പറ്റില്ല, അങ്ങനൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ശങ്കുട്ടി ദാസിൻ്റെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘമായി പ്രവർത്തിക്കുന്ന ഷാബു പ്രസാദ് നമുക്കറിയാം. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്. അതായത് ഒരുപാട് ചാനൽ ചർച്ചയിലൊക്കെ കാണാറുണ്ട് നമ്മൾ. അദ്ദേഹം ഒരു BJP പ്രവർത്തകനല്ല, സംഘമായി ഒരു സംഘത്തിൻ്റെ സഹയാത്രികനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. അതായത് സന്ദീപ് വാര്യരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതായത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് ട്രെയിനിൽ വരുന്ന മലബാർ എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിരാവിലെ, അതായത് ഒരു 3 മണിക്ക് അദ്ദേഹം അലാറം വെച്ച് എഴുന്നേറ്റു കോഴിക്കോട് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ആ സമയത്താണ് സന്ദീപിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത്. അതായത് ശംഖുവിന് അപകടം പറ്റി, അത്രമാത്രം ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട ഉടനെ തന്നെ ഈ ഷാബു പ്രസാദ് സന്ദീപ് വാര്യർ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞു, കാര്യങ്ങൾ ക്രിട്ടിക്കലാണ്, ശംഖുവിനെ മിംസിലോട്ട് മാറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വേഗം വീട്ടിലെത്തിയതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് മിംസിലോട്ട് പോയി. അപ്പോൾ മിംസിലെ എമർജൻസി ഏരിയയിൽ, അതായത് കാഷ്വാലിറ്റി സെക്ഷനിൽ സന്ദീപ് വാര്യർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സന്ദീപ് വാര്യർ അന്ന് പറഞ്ഞത് അതാണ് ഈ ഷാബു പ്രസാദിൻ്റെ പോസ്റ്റിൽ മെയിൻ കണ്ടന്റ്. അതായത് ശംഖു വളരെ ലേറ്റായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി. അതായത് അദ്ദേഹം സന്ദീപിന് വേണ്ടിയിട്ട് ശങ്കുട്ടി ദാസ് ഒരു കേസിൻ്റെ അവർക്കൊരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് വൈകിയത്. അതുകൊണ്ടാണ് ശങ്കുട്ടി ദാസിന് ബൈക്ക് ഓടിച്ച് വരേണ്ടി വന്നത്. അതായത് മാതൃഭൂമിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി സന്ദീപിന് വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ലേറ്റ് ആയത്. അതുകൊണ്ടാണ് ശംഖു വരാൻ ലേറ്റായത്. അതുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഈ അവസരം ഉപയോഗിക്കേണ്ട ചേട്ടാ എന്നാണ് ഈ ഷാബു പ്രസാദിൻ്റെ അടുത്ത് സന്ദീപ് വാര്യർ ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് സഹപ്രവർത്തകൻ, കൂടെ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് മരണത്തോട് ബാർഗെയിൻ ചെയ്യുന്ന ഒരവസ്ഥയിൽ സന്ദീപ് വാര്യർ ഒരാളോട് പറഞ്ഞ കാര്യമാണ് ഇത്. അതായത് ഈ അവസരം ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ചേട്ടാ എന്ന്, അതായത് മാതൃഭൂമിക്കെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ട ചേട്ടാ എന്ന രീതിയിലാണെന്ന് സന്ദീപ് വാര്യർ ഷാബു പ്രസാദിനോട് ചോദിച്ചത്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം നേരെ അകത്ത് ചെന്ന് ശംഖുവിനെ കാണുമായിരുന്നു. അതായത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ശംഖുവിൻ്റെ ആക്സിഡൻറ്റിൽ, അതായത് അന്ന് ശംഖുവിന് പറ്റിയ ആക്സിഡൻറ്റ്, അതായത് ആരെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, സന്ദീപിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. അതുമാത്രമല്ല, പാലക്കാട് നടന്ന പല സംഘപ്രവർത്തക കൊലപാതകങ്ങൾക്ക് പിന്നിലും സന്ദീപിൻ്റെ കൈകൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. സന്ദീപിൻ്റെ ഫോൺ കോളുകൾ NIA പരിശോധിക്കണം എന്ന് വരെയുള്ള ഒരു
ആവശ്യം സോഷ്യൽ മീഡിയ ഉയർത്തിയിരിക്കുന്നു. അതായത് ഇപ്പോൾ പറയുന്നത് ഇദ്ദേഹം SDP ഏജൻറ്റാണ്, പാർട്ടിയിലെ പല രഹസ്യങ്ങളും ചോർത്തുന്നത് ഇദ്ദേഹമാണ്, പാർട്ടിയുടെ പല പല കാര്യങ്ങളും പല ആൾക്കാർക്കും വേണ്ടി ചോർത്ത് നൽകിയ ഇദ്ദേഹമാണ് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അന്ന് ശങ്കുനി സംഭവിച്ച കാര്യത്തിന് പിന്നിൽ സന്ദീപിൻ്റെ കൈകളുണ്ടോ എന്ന് പരിശോധിക്കണം. ആ കേസൊന്നുമില്ല, പക്ഷേ ആ ഒരു സംഭവം വീണ്ടും അന്വേഷിച്ച് കഴിഞ്ഞാൽ സന്ദീപിൻ്റെ ഒരു കൈകൾ അതിലുണ്ടോ എന്ന് പുറത്തു വരും എന്നാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. എന്തായാലും ഇവൻ്റെ ഈ തെണ്ടിയുടെ ആക്ടിവിറ്റീസ് BJP നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വിശദമായി BJP പഠിക്കണം. അത് ശരിക്കും കേസ് NIA പോലുള്ള ഒരു സംഭവം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവനെ കയ്യോടെ പൊക്കാൻ പറ്റും. ഇവൻ്റെ ആക്ടിവിറ്റീസ്, ഇവന് തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള എന്താണ് ബന്ധം എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. കഴിഞ്ഞ ദിവസം സന്ദീപ് വചസ്പതി തന്നെ മറുനാടൻ മലയാളിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, സന്ദീപ് വാര്യർക്ക് മട്ടാഞ്ചേരി മാഫിയായിട്ട് ബന്ധമുണ്ട്, അവരാണ് സന്ദീപിനെ BJP നിന്ന് ചാടിച്ചത്. അപ്പോൾ കാര്യം അതീവ ഗുരുതരമാണ്. BJP ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇലക്ഷന് ശേഷം ഇതിലൊരു അന്വേഷണം നടത്തണം. ഇദ്ദേഹത്തിന് ഫോൺ കോളുകളൊക്കെ പരിശോധിച്ച് ഇദ്ദേഹത്തെ NIA വിളിച്ചൊന്ന് ശരിക്കും ചോദ്യം ചെയ്യണം. എന്താണ് ഇവന് പോപ്പുലർ ഫ്രണ്ടായിട്ടുള്ള ബന്ധം, അതായത് ഇവൻ്റെ ആക്ടിവിറ്റീസ് BJPയോട് വന്നത് ചാരനായിട്ടാണോ എന്ന് പോലും സംശയം വന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം BJP ഇതിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് ഉചിതമായ ഒരു ആക്ഷൻ എടുക്കണം അവരുടെ സൈഡിൽ നിന്ന്. ഈ സന്ദീപ് വാര്യർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് ഇവനെ കൈകാര്യം ചെയ്യണം. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരും. അടുത്ത വീഡിയോയിൽ സന്ദീപ് ഈ മട്ടാഞ്ചേരി മാഫിയായിട്ട് ചെയ്ത ഡീലുകളെക്കുറിച്ചുള്ളൊരു വീഡിയോ പുറത്തു വരുന്നുണ്ട്. അത് അടുത്ത ദിവസം തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ സന്ദീപിനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. അതായത് പക്കാ തെണ്ടിത്തരം, കൂടെ നിന്ന് തെണ്ടിത്തരം ചെയ്ത ഇവൻ്റെ തനി നിറം, ഇവൻ്റെ റിയൽ ഫേസ് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിരിക്കും. എന്തായാലും ഒരു മീഡിയം ഒരാളും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.